പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 30-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ 2024 9-ാം മാസത്തിന്റെ അവസാന ദിനത്തിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ 9 മാസക്കാലമെന്ന് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനനം മുതൽ ഈ നിമിഷം വരെയും പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മാസത്തിന്റെ അവസാന ദിനത്തേക്കുള്ള വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 27 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഏറെ പരിചിതമായതും വളരെ നന്നേ ചെറുപ്രായം മുതൽ കേട്ടു വളർന്നതുമായ വേദപുസ്തകത്തിലെ ഏറ്റവും കാതലായ സംഭവമാണ് ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്നും വിടുവിക്കപ്പെടുന്നത്. ഇപ്പോൾ വായിച്ചു കേട്ട വാക്യം ഒരു ജാതീയ രാജാവിന്റെ സാക്ഷ്യമാണ്. അതെ, മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലെ മേദ്യ രാജാവിന്റെ ദാര്യാവേശിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്. ഇതിന്റെ പിന്നാമ്പുറം നമുക്കേവർക്കും പരിചിതമാണ്. 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ 122 പേർ ഒരു വശത്ത് ഒറ്റക്കെട്ടായും ഒരേ ഒരാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പുരുഷനായ ദാനിയേൽ മറുവശത്തുമായി ഒരു വലിയ ആത്മീയ പോരാട്ടം നടക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ വലിയ പോരാട്ടത്തിൽ രാജാവ് വീണുപോയതാണ്. അത് പിന്നീട് രാജാവിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് രാജാവ് വളരെ വേദനയോടെ രാത്രിയിൽ ഉപവസിച്ച് ഭക്ഷണവും ഉറക്കവും ഒക്കെ കളഞ്ഞ് താൻ ദാനിയേലിന് വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നു. അതെ, ദാനിയേലിന്റെ പ്രാർത്ഥന, ദൈവജനത്തിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുകയും ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചുവെങ്കിൽ അതേ രാജാവ് അടുത്ത ഒരു കൽപ്പനയും കൂടെ പുറപ്പെടുവിക്കുന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ ആരൊക്കെ കരുക്കൾ നീക്കിയോ അവരെ മുഴുവൻ പേരെയും, അവരുടെ ഭാര്യമാരെയും മക്കളെയും സിംഹക്കുഴിയിൽ ഇട്ട് കളയണം. ആ കൽപ്പന നിറവേറുകയും ദാനിയേൽ വീണ അതേ സിംഹക്കുഴിയിലേക്ക് അവർ എത്തുന്നതിന് മുൻപ് തന്നെ സിംഹം അവരെ പിടിക്കുകയും എല്ലുകളെ തകർക്കുകയും ചെയ്തു. അതേ തുടർന്ന് രാജാവ് അടുത്ത ഒരു വലിയ കത്ത് എഴുതുകയാണ്. ആ കത്തിന്റെ ഉള്ളടക്കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. ഏകദേശം 3 പ്രാവശ്യം ഈ 27-ാം വാക്യത്തിൽ അവൻ 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 എന്ന് എടുത്തു പറയുന്നു. അതെ, തന്റെ കത്തിൽ താൻ തന്റെ കണ്ണാലെ കണ്ട ജീവിക്കുന്ന ദൈവത്തിന്റെ വിടുതൽ താൻ സാക്ഷിക്കുകയാണ്. ദാനിയേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. അവൻ അതെ വിടുവിക്കുന്നു, രക്ഷിക്കുന്നു. ശരിയല്ലേ? സിംഹക്കുഴിയിൽ നിന്നും
രക്ഷിക്കാവുന്നവൻ ആരാണ്? ദാനിയേലിന്റെ ദൈവം സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നു, വിടുവിക്കുന്നു. അവൻ ആകാശത്തും ഭൂമിയിലും അത്ഭുതങ്ങൾ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, 2024 9-ാം മാസത്തിന്റെ അവസാന ദിനം ഞാൻ വളരെ സ്നേഹത്തോടെ എന്നെ കേൾക്കുന്ന ആത്മീയ പശ്ചാത്തലത്തിൽ മാത്രം ജീവിക്കുന്ന ദൈവജനത്തോട് ചോദിക്കട്ടെ, ഈ ജാതീയ രാജാവിന്റെ സാക്ഷ്യം ഞാനും നിങ്ങളും എന്തെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? എന്നെയും നിങ്ങളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് എത്ര പേർക്ക് കണ്ണുമടച്ച് ഈ രാജാവ് പ്രഖ്യാപിച്ചതുപോലെ ഏറ്റുപറയുവാൻ കഴിയും? രക്ഷയ്ക്കും വിടുതലും വേണ്ടി നമ്മൾ ആരാധനാലയത്തിൽ പോകും, പ്രാർത്ഥിക്കും, കൂട്ടായ്മയോടും. പക്ഷേ മറുവഴി തേടുന്നവരാണ് നമ്മിൽ അനേകം പേരും. കുറുക്കുവഴി തേടുന്നവരാണ്. കാര്യസാധ്യത്തിന് വേണ്ടി എവിടെയും പോയി നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നവരാണ്. ആരുടെ മുൻപിലും തലവണക്കുവാനും മുഴങ്കാലുമടക്കുവാനും ഒന്നിനും മടിയില്ലാത്ത, ഒരു ലജ്ജയുമില്ലാത്ത ആധുനിക ക്രൈസ്തവ ലോകം. അതെ, മേദ്യ രാജാവായ ദാരിയവേസ് പറയുന്നു, രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദാനിയേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. അതെ, ഈ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഈ ദൈവത്തെ വേണം ആരാധിക്കുവാൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് നാം ഏവരും കടന്നു പോകുന്ന ജീവിതത്തിന്റെ സിംഹതുല്യമായ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ഒരു അപ്പീലില്ല. കാട്ടിലെ രാജാവാണ്. സിംഹത്തിന്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ വിടുവിക്കാൻ ആരുമില്ല. എന്നാൽ സിംഹത്തിന്റെ മുൻപിൽ നിന്നും ഒരു രാത്രി സിംഹത്തോടൊപ്പം കഴിഞ്ഞു. സിംഹക്കൂട്ടിൽ കിടന്നുറങ്ങുന്നവൻ ആരാണ്? ഒരു യഥാർത്ഥ ദൈവ പൈതലിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഞാൻ അതിനെ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സിംഹത്തിന്റെ രോമം വീണ് സിംഹക്കുഴി ഒരു വലിയ മെത്ത പോലെയായിട്ടുണ്ടാവണം. ആ മെത്തപ്പുറത്ത് കിടന്നുറങ്ങുന്ന ലാഘവത്തോടെ ദാനിയേൽ കിടന്നുറങ്ങി. അതിരാവിലെ കൽപ്പന കൊടുത്ത രാജാവ് ഉറങ്ങാതെ വന്ന് വിളിച്ച് ദാനിയേലിനെ ഉണർത്തുകയായിരുന്നുവെന്ന് 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. നമ്മുടെ ദൈവം ആരാണ് പ്രിയമുള്ളവരെ? ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ആരുള്ളൂ? ഈ ദൈവത്തെ ഇതുപോലെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? 2024 9 മാസം തമ്പുരാൻ നമ്മെ കാത്തു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ലോകത്തിന്റെ 5 വൻകരയുടെ ഏത് തീരങ്ങളിലാണെങ്കിലും അവിടെയൊക്കെ ദൈവം പരിപാലിച്ചു, നടത്തി. ഇതൊന്നും നമ്മുടെ കഴിവോ മിടുക്കോ ശ്രേഷ്ഠതയോ അല്ല, ദൈവത്തിന്റെ കൃപയാണ്. കാരണം ഒരു ജാതീയ വിജാതീയ രാജാവ് ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ഉച്ചസ്ഥരം സാക്ഷിക്കുന്നു. അവന്റെ ദൈവം രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ ആകാശത്തും ഭൂമിയിലും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ലേ? ഇല്ല. അതെ, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും 30-ാം തീയതി തിങ്കളാഴ്ച, ഈ മാസത്തിന്റെ അവസാനത്തെ വർക്കിംഗ് ഡേ, ചില നിയമക്കുരുക്കുകൾ, ചില സാമ്പത്തിക ഇടപാടുകൾ, ചില വിസ പ്രശ്നങ്ങൾ, ചില ലീഗൽ ഫോർമാലിറ്റീസ്, ചില ബാങ്ക് ജപ്തികൾ, എന്താണ് ഇന്ന് നടക്കേണ്ട ചില വിഷയങ്ങൾ. അതെ, നമ്മുടെ ദൈവം ഇന്ന്
അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇത് പ്രാസംഗികൻ ജനത്തെ സന്തോഷിപ്പിക്കാൻ, പ്രസംഗത്തിന്റെ മൂർച്ച കൂട്ടുവാൻ, വായിൽ വരുന്ന ചിന്തകളും മനസ്സിൽ വരുന്ന ആശയങ്ങളും വിളിച്ചു പറയുകയല്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സിംഹക്കുഴിയിൽ ഇടുവാൻ കൽപ്പന കൊടുക്കുകയും ആ കൽപ്പന കൊടുത്തത് അബദ്ധമായി എന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യന് വിടുതൽ ആശംസിക്കുകയും ആ മനുഷ്യന്റെ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് അതിരാവിലെ സിംഹക്കൂട്ടിൽ വന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുരുഷനായ ദാനിയേലേ എന്ന് വിളിച്ചപ്പോൾ സിംഹക്കൂട്ടിൽ നിന്നും രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, ഓ എന്റെ ദൈവം സിംഹത്തിന്റെ വായ തന്റെ ദൂതന്മാരെ കൊണ്ട് അടച്ചതിനാൽ സിംഹം എനിക്കൊരാപത്തും വരുത്തിയില്ല. രാജാവ് കണ്ട കാഴ്ച നമ്മളതിന്റെ 26-27 വാക്യങ്ങളിൽ വായിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ദാനിയേലിനോട് കൂടെ ഇരുന്നത് കൊണ്ട് ദാനിയേലിന് സിംഹം ഒരാപത്തും ഒരു കേടും വരുത്തിയില്ല. ഹല്ലേലൂയ, സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. എന്നെയും നിങ്ങളെയും സിംഹം പോലെ, ബുബുഷിയോട് അലർന്ന സിംഹം പോലെ കൂട്ടുകാർ, സ്നേഹിതർ, കൂട്ടായ്മക്കാർ, കൂടെ നിന്നവർ, കുടുംബക്കാർ, സഹോദരങ്ങൾ, രക്തബന്ധങ്ങൾ പിച്ച് ചീന്തുവാൻ, പറിച്ചെറിയുവാൻ അലറിയാഞ്ഞു വന്നപ്പോൾ അവരുടെ കയ്യിൽ ഇട്ടുകൊടുക്കാതെ ആരോഗ്യത്തോടെ ബലത്തോടെ കാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ഈ 30-ാം തീയതി രാവിലെ സ്തോത്രത്തോടെ നമുക്ക് അടുത്തു വരാം. ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നു. ദാനിയേലിന്റെ ദൈവം എന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും, അതെ, ദാരിയാവേശ് രാജാവ് പറഞ്ഞ പോലെ നമുക്ക് പറയാം. നമ്മുടെ തലമുറകൾ ഇത് കേൾക്കട്ടെ. അവരും കർത്താവിന്റെ വരവ് വരെ ഒരു വലിയ വിടുതലിന്റെ സാക്ഷ്യമായി തങ്ങളുടെ അനുഭവത്തിൽ കൂടെ ഏറ്റുചൊല്ലട്ടെ. അവൻ ഭൂമിയിലും ആകാശത്തും അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരടയാളം നടക്കേണ്ടതുണ്ടോ? അത്ഭുതം നടക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾ നിന്നും വിദൂരെയാണോ? അവർ ജോലി സംബന്ധമായി ഭാരപ്പെടുന്നുവോ? വിസ സംബന്ധമായി ഭാരപ്പെടുന്നുവോ? നിലനിൽപ്പിന്റെ പ്രശ്നമാണോ? മകളുടെ വിവാഹം, മകന്റെ വിവാഹം, ഭവന പണി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ദാനിയേലിന്റെ ദൈവം 2024 സെപ്റ്റംബർ 30-ാം തീയതി തിങ്കളാഴ്ചയും ജീവിക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. അതെ, നിനക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ജയത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം ജീവജലം ശ്രവിക്കുന്ന എന്റെ എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും പരിപാലിക്കട്ടെ. ഏകരെന്ന് തോന്നുന്നുണ്ടോ? ഒറ്റപ്പെട്ടു എന്ന് വിചാരമുണ്ടോ? സങ്കടപ്പെടേണ്ട, തമ്പുരാൻ കൂടെയുണ്ട്. നിങ്ങളെ കരുതുവാൻ, വിടുവിക്കുവാൻ കർത്താവ് കൂടെയുണ്ട്. ഈ തിങ്കളാഴ്ച, ഈ മാസത്തിന്റെ അവസാന ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും ദിനമാവട്ടെ. ദാരിയാവേശ് രാജാവ് ഉറക്കെ പ്രഖ്യാപിച്ചത് ഇന്ന് ജീവജലം ശ്രവിക്കുന്ന ഓരോ സഹോദരങ്ങളുടെയും ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങനെ അനുഗ്രഹത്തോടെ, ദൈവകൃപയോടെ ഇന്നത്തെ ദിനം നമ്മെ ഏവരെയും നടത്തി പരിപാലിക്കട്ടെ. അതിനായി നമ്മെ തന്നെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദാനിയേലിന് സ്വർഗത്തിലെ ദൈവം
സിംഹക്കുഴിയിൽ നിന്നും കൊടുത്ത വിടുതൽ കണ്ട് ഒരു ജാതീയ രാജാവ് സാക്ഷിച്ച വലിയ വിടുതലിന്റെ സാക്ഷ്യം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ വിഴുങ്ങുവാൻ, തകർക്കുവാൻ, പിച്ചി ചീന്തുവാൻ, ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് ചുറ്റും അലറിയെടുക്കുന്ന സിംഹങ്ങളെ പരിപൂർണമായി മാറ്റിക്കളയുകയും അതിന്റെ മധ്യയെ ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്നും ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഈ ദിനം ഞങ്ങൾ ആരംഭിക്കുന്നു. അവിടുത്തെ കൃപയും സമാധാനവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ദൈവവചനം കേൾക്കുന്ന ഇതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സ്വർഗീയ കൃപയാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം അനുഗമിക്കുന്ന ഈ ദാനിയേലിന്റെ ദൈവം എന്നെയും നിങ്ങളെയും എല്ലാ പ്രതികൂലത്തിൽ നിന്നും, പ്രതിബന്ധത്തിൽ നിന്നും, ഭാരത്തിൽ നിന്നും, സങ്കടത്തിൽ നിന്നും, ഇന്ന് കടന്നു പോകുന്ന ഏതുതരം വിഷയത്തിൽ നിന്നും, വിഷമവൃത്തത്തിൽ നിന്നും രക്ഷിക്കുവാനും വിടുവിക്കുവാനും മതിയായ ദൈവമാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുറച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. സർവകൃപാലുവായ ദൈവം ദാനിയേലിനെ പരിപാലിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും പരിപാലിച്ച് തന്റെ വേലയ്ക്കായി ഒരുക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.